കോട്ടയം എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പോസ്റ്ററുകൾ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിച്ചിട്ടില്ല എന്നാരോപിച്ചാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പോസ്റ്ററുകൾ നശിപ്പിച്ചത്. ഉദ്യോഗസ്ഥരുടെ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമെന്ന് എൻ.ഡി.എ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ ഊർജ്ജസ്വലമായ പ്രചാരണമാണ് എൻ.ഡി.എ നടത്തുന്നത്. അതിനിടെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വൈക്കം ഐമനം മേഖലയിൽ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചത്. എൻ.ഡി.എയുടെ ഘടകകക്ഷിയായ BDJS-ന് ചിഹ്നം അനുവദിച്ചിട്ടില്ലെന്ന് ആരോപിച്ചാണ് ഉദ്യോഗസ്ഥരുടെ നടപടി. എന്നാൽ ഇത് തികച്ചും രാഷ്ട്രീയപരമായ നടപടിയെന്ന് എൻ.ഡി.എ ആരോപിച്ചു. എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്ക് കുടം ചിഹ്നം അനുവദിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ നടത്തിയ പ്രവണത അത് അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ നേരെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് പോയി വോട്ട് ചോദിച്ച് ജനങ്ങളോട് വികസന കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മുന്നിൽ ചെല്ലാനായിട്ടുള്ള ഒരു ജാള്യത ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ നടത്തി എൻ.ഡി.എക്കെതിരെ അല്ലെങ്കിൽ എൻ.ഡി.എ തോൽപ്പിക്കാമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് അതുപോലൊപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജനവിധിയിലൂടെയും ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിഹ്നം ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പോസ്റ്ററുകളാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് എൻ.ഡി.എ പരാതി നൽകി. BDJS-ന് കുടം ചിഹ്നം അനുവദിച്ച് ഉത്തരവുള്ളതായി എൻ.ഡി.എ നൽകിയ പരാതിയിൽ പറയുന്നു. ജനം, കോട്ടയം.